പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ പാഠം പഠിക്കാം. കഴിഞ്ഞ ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേനൂറുന്ന തേന്മാവ് എന്ന കഥ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അതുപോലെ തന്നെ ബഷീറിൻ്റെ തന്നെ മറ്റൊരു കൃതിയായ മതിലുകൾ, ആ മതിലുകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മതിലുകൾ എന്ന സിനിമ. ആ മതിലുകൾ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണം നമുക്ക് പഠിക്കാം. പ്രശസ്ത ചലച്ചിത്ര നിരൂപകനായ MF തോമസിൻ്റെ അടൂരിൻ്റെ ലോകം എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് മതിലുകൾ എന്ന പാഠഭാഗം. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ചലച്ചിത്ര പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് MF തോമസ്. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഇന്ത്യൻ പനോരമ, സെൻസർ ബോർഡ് തുടങ്ങി ചലച്ചിത്ര സംബന്ധിയായ നിരവധി കമ്മിറ്റികളിൽ ഇദ്ദേഹം അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ സബ് എഡിറ്ററായി വിരമിച്ചു. സിനിമയെ കണ്ടെത്തൽ, സിനിമയുടെ ആത്മാവ്, അടൂരിൻ്റെ ലോകം, ഇന്ത്യൻ സിനിമ, നിന്റെ കഥ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് മതിലുകൾ. രാഷ്ട്രീയ തടവുകാരനായി അദ്ദേഹം ജയിലടക്കപ്പെട്ടു. ബഷീർ തന്നെയാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. ജയിലിനുള്ളിലെ മാനുഷികത, പ്രണയം, പരസ്പര സ്നേഹം, കരുണ ഒക്കെയാണ് ഈ കൃതിയിൽ പ്രമേയമായി വരുന്നത്. നോക്കാം. ജയിലിനുള്ളിലുള്ള മാനുഷികത, പ്രണയം, പരസ്പര സ്നേഹം, കരുണ, ഇതൊക്കെ ബഷീറിൻ്റെ മറ്റു കൃതികളിൽ നമുക്ക് കാണാം. അത് തന്നെയാണ് ഇവിടെയും പ്രമേയമായി വരുന്നത്. തൊട്ട് അപ്പുറത്തുള്ള പെൺജയിലിൻ്റെ ഉയർന്ന മതിൽക്കെട്ടിനകത്ത് മറഞ്ഞിരിക്കുന്ന സ്ത്രീയുമായുള്ള സംഭാഷണം, അതാണ് ഈ നോവലിന് ഏറ്റവും മിഴിവ് നൽകുന്നത്. ഒരിക്കലും നേരിട്ട് കാണാനാകാത്ത വ്യക്തികളുടെ ആ പ്രണയത്തിന് വാക്കുകൾ മാത്രമാണ് ആശ്രയമായിട്ടുള്ള ഈ നോവൽ സിനിമയിലും ഒരിടത്തും ആ സ്ത്രീയെ, ആ നാരായണി എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തെ ബഷീർ കാണുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഒരിക്കലും നേരിട്ട് കാണാനാകാത്ത വ്യക്തികളുടെ ആ പ്രണയത്തിന് വാക്കുകൾ മാത്രമായിരുന്നു ആശ്രയം. ജയിലറകളിലെ സഹതടവുകാരുമായുള്ള സംവേദനങ്ങൾ, കൊച്ചു പൂന്തോട്ടത്തിലെ ചെടികളും പൂക്കളും ഒക്കെ ഈ കഥയെ സുരഭിലമാക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രശസ്തനായ, മലയാളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകന്മാരിൽ ഒരാളായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ് ബഷീറിൻ്റെ ഈ നോവലിനെ സിനിമയാക്കി മാറ്റിയത്. നോവൽ എന്ന സാഹിത്യരൂപം സിനിമ എന്ന ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തുമ്പോൾ ധാരാളം സാധ്യതകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അഭിനയം, സംഭാഷണം, സംഗീതം, ചിത്രീകരണം എന്നിവയെല്ലാം ചേർന്ന് ഒരു മനോഹരമായ സിനിമയായി മതിലുകൾ മാറുന്നു. MF തോമസ് എന്ന നിരൂപകനാണ് ഈ മതിലുകൾ എന്ന പാഠഭാഗം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ എന്ന ലേഖനത്തിലാണ് വരുന്നത്. സിനിമ എന്ന ദൃശ്യമാധ്യമത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമായി ഇതിൽ വിനിമയം ചെയ്യുന്നുണ്ട്. മതിലുകൾ എന്ന ചലച്ചിത്രം കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിന് സാർവജനീനതയുണ്ട്. കാലദേശങ്ങൾക്ക് അതീതമാണ് ഇതിലെ പ്രമേയം എന്ന് പറയാം. ബഷീറിൻ്റെ ജീവിതത്തിലെ ഒരേടാണ് ഇതിൽ പറയുന്നത്. 1940 മുതൽ 42 വരെ നടന്ന സംഭവങ്ങൾ ഇതിൽ പരാമർശിക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു ജയിലിലാണ് ഈ കഥ നടക്കുന്നത്. മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത അനുകൂലനത്തെപ്പറ്റി കൂടിയാണ് ഈ സിനിമ നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ബഷീർ കൃതികളിലെ ലാളിത്യവും നർമ്മബോധവും സർവോപരി മനുഷ്യസ്നേഹവും മതിലുകൾ എന്ന സിനിമയിലും പ്രേക്ഷകരായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ബഷീർ കൃതികളിലെ ലാളിത്യം, നർമ്മബോധം, സർവോപരി മനുഷ്യസ്നേഹവും മതിലുകൾ എന്ന സിനിമയിലും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. ഈ സിനിമയുടെ
മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ ബഷീർ ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് അടൂർ ഈ സിനിമ ഇറക്കി എന്നത് തന്നെയാണ്. ലളിതമെന്നോ അതിലളിതമെന്നോ തോന്നാവുന്ന രൂപഘടനയാണ് ഈ സിനിമക്ക് ഉള്ളത്. ബഷീറിൻ്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും ഈ സിനിമ പിന്തുടരുന്നതായി കാണാം. അപ്പോൾ അടൂർ ഈ സിനിമ എടുക്കുന്നത് ബഷീർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് എന്ന് വളരെയധികം പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലളിതമെന്നോ അതിലളിതമെന്നോ തോന്നാവുന്ന ഒരു രൂപഘടനയാണ് ഈ സിനിമക്ക് ഉള്ളത്. പിന്നെ പറഞ്ഞത് ബഷീറിൻ്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും ഈ സിനിമയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബഷീറിൻ്റെ നർമ്മബോധം ഒരു സ്വർണ്ണ നൂലിഴ പോലെ ആദ്യം മുതൽ അവസാനം വരെ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്ന് പറഞ്ഞ് തൊരപ്പൻ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കും ചിരിക്കാതിരിക്കാൻ സാധിക്കില്ല. ബഷീറിൻ്റെതാണോ അടൂരിൻ്റെതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും രംഗങ്ങളും അങ്ങനെ ഒത്തുചേർന്ന് ഒന്നായി ഒഴുകുന്ന ഒരു ചലച്ചിത്ര കാഴ്ചയാണ് മതിലുകൾ നമുക്ക് നൽകുന്നത്. ബഷീറിൻ്റെ ദൈവാഭിമുഖ്യം ഈ ചിത്രത്തിലും കാണാം. മരങ്ങളോടും ചെടികളോടും പൂക്കളോടും അണ്ണാരക്കണ്ണനോടും ചിത്രശലഭങ്ങളോടും സംവദിക്കുന്ന എഴുത്തുകാരനായ ആ മനുഷ്യനെ ഈ ചിത്രം ഒപ്പിയെടുത്തിട്ടുണ്ട്. വിദേശ ഭാഷകളിലെ ജയിൽ ചിത്രങ്ങളെല്ലാം ക്രൂരതകളും മനുഷ്യത്വഹീനവും മൃഗീയവുമായ മർദ്ദന തന്ത്രങ്ങളും ചിത്രീകരിക്കുമ്പോൾ ഇവിടെ അടൂർ ചെയ്തിരിക്കുന്നത് മനുഷ്യ മഹത്വത്തെ അവതരിപ്പിക്കുകയാണ്. ഒരൊറ്റ സ്ത്രീ കഥാപാത്രം പോലും ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാൽ അടൂരിൻ്റെ കൊടിയേറ്റം, സ്വയംവരം, എലിപ്പത്തായം പോലുള്ള ചിത്രങ്ങളിലെ സ്ത്രീകളെ പോലെ ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിലെ നാരായണി. ശബ്ദ സാന്നിധ്യം മാത്രമേ അവരുടേതായിട്ടുള്ളൂ. ഒന്നും കൂടി പറയാം നമുക്ക്. അടൂരിൻ്റെ മറ്റു ചിത്രങ്ങളായിട്ടുള്ള കൊടിയേറ്റം, സ്വയംവരം, എലിപ്പത്തായം വളരെ പ്രസിദ്ധങ്ങളായ സിനിമയാണ്. ഈ സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പോലെ തന്നെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി, ഞാൻ പറഞ്ഞു രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു കഥാപാത്രമായി നാരായണി മാറുന്നുണ്ട്. അതുപോലെ തീക്ഷ്ണവും ശക്തവുമായ ലൈംഗികത ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏകാന്തതയും വിരസതയും കൊണ്ട് വീർപ്പുമുട്ടുന്ന തടങ്കൽ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ആദ്യ നിമിഷങ്ങൾ ചിത്രീകരിക്കുന്നത് ചാരുലതയിലെ നായികയുടെ വിരസത ഘനീഭവിച്ച നിമിഷങ്ങളെ വെല്ലുന്ന വിധത്തിലാണ്. പിന്നീട് ബഷീർ ഏകാന്തതയുടെ കൂട്ടുകാരനായി മാറുന്നതും സിനിമയിൽ നമുക്ക് കാണാം. വിജയഭാസ്കറിൻ്റെ പശ്ചാത്തല സംഗീതം ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പലതരത്തിലുള്ള കൂർക്കം വലികൾ ഈ ചിത്രത്തിൽ ഉണ്ട്. രാത്രി അവസാനിച്ച് പ്രഭാതം എത്തുന്നത് ചീവീടിൻ്റെ ശബ്ദം കിളികളുടെ കലമ്പലിനെ വഴിമാറി കൊടുക്കുന്നതിലൂടെയാണ്. നേരം പുലരുന്നതുവരെ ബഷീർ ഉറങ്ങാതെ മരണത്തിന് കൂട്ടിരിക്കുന്നതായും ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അനശ്വരമായ ബഷീറിൻ്റെ മതിലുകൾ എന്ന പ്രണയകഥക്ക് അടൂർ നൽകിയ പുനരാഖ്യാനം ഒരു സ്വതന്ത്ര ചലച്ചിത്ര സൃഷ്ടിയുടെ രൂപഭാവങ്ങൾ നേടിയെടുത്തു. നമുക്ക് മറ്റൊരു പാഠഭാഗവുമായി അടുത്ത ദിവസം കാണാം. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. എല്ലാവരും എൻ്റെ ക്ലാസ് കേൾക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.